ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഊട്ടി വ്ളോഗാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണാൻ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. നമ്മളിവിടുന്ന് രാവിലെ നേരത്തെ പോയിട്ടോ. രാവിലെ നേരത്തെ വെച്ചാൽ പുള്ളിയരച്ച ടൈമിൽ ഒരു 12:30 ടൈമിൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്താണ് രാവിലത്തോട് കൂടി അവിടെ എത്തുള്ളൂ. അപ്പം നല്ല മഞ്ഞ് മൂടിയിട്ടും അങ്ങനെയൊക്കെ നല്ല ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലെ പോയാലാണ് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു അനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ഫോട്ടോ എടുക്കാനായിട്ട് അർജുൻ ചേട്ടൻ, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അർജുൻ ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടനാണ് എനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല ഫോഗ് ഉണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ കാണണമെന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുന്ന ടൈമിൽ ഫുള്ള് മൂടിയിട്ടായിരുന്നു. പോണ വഴിക്ക് നമ്മൾ കുറേ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നുണ്ടോ എന്ന് ഞാൻ ക്യാരറ്റ് മേടിച്ചു. കാരണം പോണ വഴിക്ക് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ചായകൾ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാരറ്റ് മേടിച്ചു തിന്നു. പിന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അവിടെ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഇഡ്ഡലി പറഞ്ഞു, പിന്നെ ഇക്ക ദോശ പറഞ്ഞു കേട്ടോ. അങ്ങനെ 3 സെറ്റ് ഇഡ്ഡലി. അപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണമൊക്കെ എങ്ങനെയൊക്കെ കുടിച്ചു. പിന്നെ ചായ കുടിച്ചപ്പോൾ ഒരു ജാതി വൃത്തികെട്ട ചായ എന്ന് പറയാമല്ലോ. ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഇത് പാൽ ചായ എന്നൊക്കെ പറയാം, പക്ഷെ അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു സ്ട്രീറ്റിലേക്കാണ്. സ്ട്രീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വേറൊരു വ്യൂ പോയിന്റിലേക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തും കേട്ടോ. സ്ട്രീറ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഞാൻ ഈ ചെവിയിൽ വെക്കുന്ന ഈ സാധനം മേടിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് മേടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നൊരു സാധനം കേട്ടോ. അത് മേടിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിന് നല്ല റേറ്റ് ഉണ്ട്. പുറത്ത് പോയിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പൈസ കുറവുണ്ട്. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കണം എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് മേടിച്ചു. നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാണ്ട് കേട്ടോ. ഈ സെറ്റർ, തൊപ്പികൾ, പിന്നെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സാധനം എടുത്ത് കാണിക്കട്ടെ. എനിക്ക് അതൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ മേടിക്കില്ല. അതെന്താ വെച്ചാൽ അങ്ങനെയാണത്. ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിക്കില്ല. പിന്നെ കണ്ട ഒരാൾ തലെടുത്ത് നാട്ടിടുക, അതൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നല്ല റേറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു നല്ല രീതിയിൽ പൈസ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുക്കണം. ടോക്കൺ മീൻസ് ടിക്കറ്റ്. അതൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്കങ്ങോട്ട് കൈ ഈ സെറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര രീതിയിൽ തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉയരം കൂടുന്തോറും ചായക്കും മതിലെന്ന് പറഞ്ഞ പോലെയാണ് ഉയരം കൂടുന്തോറും അതിൻ്റെ മേലെ നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ഞാനങ്ങനെ വിറക്കിയിരുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരും അമ്മമാരും വലിയമ്മമാരും എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ഈ പൈക്കര വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ. അവിടെ എത്തി. അവിടെ നിന്ന് വണ്ടിയിലാട്ടോ പോണത്. കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദൂരം തോന്നും, പക്ഷെ അത്രയ്ക്ക് ദൂരമില്ല. പോയിട്ട് തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ വണ്ടിയിൽ വരാം. നമുക്ക് ഒരു തെറ്റി പറ്റി പോയി. നമ്മളിത് കാണുമ്പോൾ ഈ വണ്ടിയിൽ കയറിപ്പോയി. എന്നിട്ട് അവിടെ എത്തിയിട്ടോ നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ കയറി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആദ്യം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഒരു ഫോട്ടോ കണ്ടിട്ട് പോയതാണ്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതല്ല, നല്ല അടിപൊളി വ്യൂ ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് മനസ്സിലായിട്ട്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് സൈഡിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുരങ്ങൻ ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിനൊരു വടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ആട്ടി വിട്ടു കേട്ടോ. എന്നിട്ട് അത് അതിൻ്റെ മേലൊക്കെ കയറിപ്പോയി. അവിടെ നിന്ന് അങ്ങനെ നോക്കണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വരുന്നൊക്കെ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ അവരിങ്ങനെ മറച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കെട്ടിയിട്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. കുറേ പേര് അങ്ങനെ ഇറങ്ങിയിട്ടാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ടു നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി നേരെ തിരിച്ച് ഞങ്ങൾ നടന്ന് വരിക കേട്ടോ ചെയ്തത്. സ്റ്റെപ്പൊക്കെ കയറി തിരിച്ച് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. വണ്ടിയിലൊന്നും പോയില്ല. നമ്മൾ നേരത്തെ ഓടിച്ചു വിട്ട ആൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് എന്തൊക്കെ പുല്ലൊക്കെ പൊറുക്കി തിന്നുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ സെറ്റായിട്ട് അവിടെ ഇരുന്നു. ഇപ്പോഴത്തെ ഈ സാധനമൊക്കെ കിട്ടിയിട്ടുള്ള കാരണമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഈ ചോളം ഇതൊക്കെ കണ്ടിട്ടോ. പക്ഷേ ഞങ്ങൾ ഇതുവരെ മേടിച്ചു, പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോഴേ മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് അത് കളഞ്ഞു. അവിടെ നമ്മൾ നേരെ പോയത് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയും പിന്നെ ടീ ഫാക്ടറി രണ്ടും കൂടിയിട്ട്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. 10th പഠിക്കുന്ന ടൈമിൽ. അന്ന് നമുക്ക് ഉള്ളിലൊക്കെ കയറി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതില്ല. പുറത്തു അവർ ഫുള്ള് കവർ ചെയ്തിട്ട് ആ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കാണേട്ടാ ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ആ എത്തുമ്പോൾ നമുക്ക് ചായ തരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ. കുറച്ച് ചായ പൊടി ആയതുകൊണ്ടാവാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അവർ തന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ 4 പേർക്ക് ചായ അടിച്ച് ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ അങ്ങനെ പോണത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കണ്ട് ഇറങ്ങണത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ പോണത് അവർ ഈ ചായപ്പൊടികളെല്ലാം സെയിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ടീ, പിന്നെ
ജിഞ്ചർ, ഏലക്ക, അങ്ങനെ ഏത് തരം വേണമെങ്കിലും എല്ലാം അതും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പാക്കറ്റുകളായിട്ടും കിലോനായിട്ടും ചെറിയ ഗ്രാമുകളായിട്ടും അങ്ങനെ കണ്ടമാനം അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അവിടെ നിന്ന് നമ്മൾ അതൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ നേരെ പോണത് ചോക്ലേറ്റിൻ്റെ ഫാക്ടറിയിലേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എല്ലാം അതിൻ്റെ ഉള്ളിലാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം അതിൻ്റെ ഉള്ളിലിട്ട് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് ചോക്ലേറ്റൊക്കെ അങ്ങനെ ഉണ്ടാക്കണമൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ചെല്ലിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മൾ പുറത്തു കൂടെ നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അവരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രീ ആയിട്ട് നമുക്ക് ചോക്ലേറ്റൊക്കെ തരും. അങ്ങനെ ഞാൻ ആ ചോക്ലേറ്റൊക്കെ മേടിച്ച് തന്ന് അവിടെ നിന്ന് നേരെ നടന്നു പോയി ആ ചോക്ലേറ്റ് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ ഇതുപോലെ അവരുടെ ഷോപ്പുകളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ട് ഈ കാണിക്കുന്ന ടാഗാണ്, നമുക്ക് കയറുമ്പോൾ തന്നെ അവരെ ടാഗ് സാധനങ്ങളൊക്കെ തരും. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട സ്ട്രീറ്റ് പോലെ തന്നെ കുറേ കടകളുണ്ട്. അത് നമ്മളിങ്ങനെ അതൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ആ പുറത്തേക്ക് വരിക കേട്ടോ. കുറേ കടകളെന്ന് പറഞ്ഞാൽ കണ്ടമാനം ഡ്രസ്സിൻ്റെ, ഷട്ടറിൻ്റെ, അങ്ങനെ ഓരോരോ പാട്ടുകളായിട്ടുള്ള കടകൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റിയിട്ടാണ്. കുഞ്ഞൊരു ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടം മീനുകൾ അവിടെ കണ്ടല്ലോ. ഞാൻ അവിടെ നിൽക്കും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഈ പൂന്തോട്ടം കണ്ടത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് 2-3 ചെടികൾ മേടിച്ചു. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ കേട്ടോ. എൻ്റെ ഉമ്മ ചെടികളൊരു ഭ്രാന്തത്തിയാണ്. അപ്പോൾ ഞാൻ കുറേ ചെടികൾ അവിടെ നിന്ന് മേടിച്ചു, 3 ജോഡി മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ ഞാൻ ചോദിച്ച് മനസ്സിലാക്കണത് എന്താണ് സംബന്ധിയാണ്, ചേച്ചി പറഞ്ഞിട്ട് സംബന്ധിയാണ്. അപ്പോൾ ഞാൻ ചമ്മന്തിയാണ് ഇതിലൊക്കെ പോയിട്ട് കളിയാക്കാം കേട്ടോ ചേച്ചീനെ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കാണിക്കണം 3 ഞാൻ അവിടെ നിന്ന് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവരും ഇതൊക്കെ എന്തൊക്കെയോ നോക്കണമൊക്കെ ഉണ്ട്. അവരുടെ കുറച്ചൊക്കെ എടുത്തു. ചേച്ചി വീട്ടിൽ എങ്ങനെയാണ് കൊണ്ടുവയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ. അവിടെ നിന്ന് നമ്മളത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് അത്യാവശ്യം നല്ല ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഞങ്ങൾ മാഗി തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫുഡ് അവിടെ ഒന്നും എനിക്ക് അങ്ങനെ ഫുഡൊന്നും സെറ്റ് ആവണില്ല. അപ്പോൾ പോണ വഴി കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു മാഗി ഉണ്ടാക്കേണ്ട ചെറിയ കടയിൽ കയറിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 4 ആളും കൂടിയിട്ട് 2-3 മാഗി, അങ്ങനെ മാഗിയും പിന്നെ ചായ പറഞ്ഞപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ചായ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ചായ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ ഫാക്ടറി പോയപ്പോഴും നല്ല ചായ കിട്ടിയത് കണ്ടേ. കുട്ടീനെ എടുത്തിട്ട് പോകുന്നത് ഞാനിങ്ങനെ തമിഴിൽ മൂവിയിൽ മാത്രമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നിന്നിട്ട് എന്നിട്ട് പോണ വഴിക്കാണ് ഈ തേന കണ്ടത്. നല്ല ഒറിജിനൽ തേനാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചത് എടുത്ത് നോക്കിയപ്പോൾ എനിക്കെന്തോ കയ്പ്പ് പോലൊക്കെ തോന്നി. അതാണ് ഒറിജിനൽ എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല നമുക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും എനിക്കറിയില്ല. കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഞങ്ങളിത് പൈൻമരാണോ യുക്കാലിമരാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ആരെല്ലാം അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ നമ്മൾ നേരെ പോകുമ്പോഴാണ് ഈ സാധനത്തിനുണ്ട് സിംഹവാല കുരങ്ങ് തോന്നുന്നത് ഇതിൻ്റെ പേര്. പിന്നെ ആനനൊക്കെ കണ്ടിട്ടോ. മസനക്കുടി വഴി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു യാത്രയിലാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. ഇതിന് കാട്ടുപോത്തുന്നാണ് തോന്നുന്നു പറയാം. പിന്നെ കുറേ മാൻകുട്ടത്തിനെ കണ്ടു കേട്ടോ. നമ്മൾ കുറച്ച് നേരം വായിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ക്ലിയർ ഇല്ലാത്തത്. പിന്നെ സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ കുറച്ച് മാൻകുട്ടത്തിനൊക്കെ കണ്ടു. വൈകുന്നേരം ആയതുകൊണ്ട് ക്ലിയറൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ പോയി ഈ മസനക്കുടി വഴി തന്നെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈഡിലൊരു കരടീനൊക്കെ കണ്ടു. പക്ഷേ അതിനെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭാഗ്യത്തിന്. ഇട്ട് പോണ വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ പണ്ടായാലും ഫുഡ് കഴിക്കാൻ നേരമൊക്കെ വൈകിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നെയ്ച്ചോറ് ഇതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും അധികം കഴിക്കാൻ പറ്റിയില്ല. ഇടുന്നത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ, കഴിക്കുന്നത് കാണില്ലല്ലോ. അപ്പോൾ കുറച്ചിട്ടേ കഴിച്ചുള്ളൂ. എനിക്ക് അങ്ങനെ ഫുള്ള് സെറ്റായിരുന്നു. എന്നിട്ട് ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് മേടിച്ച് കുടിച്ചു. ഇടണമെന്നും ഞാൻ കഴിച്ചില്ല, എന്തോ എനിക്ക് പറ്റിയില്ല. പിന്നെ പോണ വഴിക്കാണ് ഈ ആനക്കൂട്ടത്തിന് കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.